ചിലപ്പോ മാത്രം സ്വന്തം കുടിക്കുന്ന നമ്മളിന്ന് എവിടെയാ പോന്നെ? എവിടെയാ പോന്നെ? ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ ഒന്ന് കളരി വാതിക്കൽ അമ്പലത്തിൽ പോണെന്നാണ് പരിപാടി. മമ്മി കൊറേ അമ്പലത്തിൽ പോണെന്ന് പറയും. ശ്രുതിക്ക് ഈ രാത്രി പേടി, പിന്നെ സ്വപ്നം കാണൽ, ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോ ഈ ചരട് കിട്ടുക. അവളെ ആ ചരട് കേട്ടാ ഓ നീ എന്റെ അപ്പുറത്ത് മറ്റേ മൊയിലേറൊക്കെ ഇത് കിട്ടുന്നില്ലല്ലേ? ഇവര് കാണുന്നറിയാ എല്ലും കൊട്ടി ഡെഡ് ബോഡി അല്ലേ കാണല്ലേ? ഭീകര സ്വപ്നങ്ങള്. അതുകൊണ്ട് സ്ഥിതി കുറെ വരുന്ന അമ്പലത്തിൽ പോണെന്ന്. അപ്പൊ നമ്മൾ ഈ കളരിവാതിക്ക് അമ്പലത്തിൽ ഈ ചരട് മന്ത്രിക്കല്, പിന്നെ ഈ ഉറുക്ക്, അങ്ങനെയുള്ള സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ബാക്കിയുള്ള അമ്പലം പോലെ തന്നെ അവിടുത്തെ പ്രസാദം തന്നെ ഭയങ്കര വെറൈറ്റിയാ. അവിടെ ഈ ശത്രു സംഹാര പൂജ എന്നൊരു സംഗതി ഉണ്ട്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ല പെപ്പർ ചിക്കനാ കിട്ടുക, ചിക്കനില്ലേ അതാണ് പ്രസാദമായിട്ട് കിട്ടുക. അപ്പൊ അങ്ങനെ കുറച്ച് പ്രത്യേകതയുള്ള ഒരു അമ്പലമാണ് കളരിവാതിക്കൽ അമ്പലം. ഇവിടെ പുതിയൊരു അമ്പലം ഉള്ളത്. അപ്പൊ നമ്മള് അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടാ. പിന്നെ ഇതേപോലത്തെ അമ്പലം വേറെ ഉണ്ട്. ഇവിടെ മാടായിപ്പാറക്കുണ്ട്, പിന്നെ മാമാനത്ത് അമ്പലത്തിലുണ്ട്. പക്ഷെ മാമാനത്ത് അമ്പലത്തില് ഉണ്ടെന്നല്ലേ, നമ്മള് ഇതുവരെ പ്രസാദം വാങ്ങാൻ നിന്നില്ല. നമ്മള് വേഗം വരുന്നോണ്ട് നല്ല പായസം കിട്ടും. പിന്നെ ഡപ്പയില് അല്ല മാടായിപ്പാറക്കെല്ലാം ശരിക്കും നല്ല ഇലയുള്ള പായസം കിട്ടുക. പിന്നെ ചെറുപയര് പൊങ്ങിച്ചത് അങ്ങനെയുള്ള പ്രസാദം എല്ലാം നടന്ന് കിട്ടുക. പിന്നെ ഈ പറഞ്ഞ ചിക്കൻ നമ്മള് ഇത് നമ്മള് കരിമ്പ് ജ്യൂസ് വാങ്ങൂലേ? നമ്മള് കണ്ണൂര് പോകുമ്പോ എപ്പോ കരിമ്പ് ജ്യൂസ് കുടിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതുകൊണ്ട് ഇന്നും അതിനൊരു മുടക്കില്ല. നല്ലതാണ് കരിമ്പ് ജ്യൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ഈ രാത്രി ഒരു ദാഹം വരാണ്ട്, എന്നാലും ഇത് പോയി നല്ല തണുത്തെടുത്ത് കുടിക്കുന്നുണ്ട്. പ്രത്യേക സുഖ. രാവിലെ തന്നെ കളിക്കാൻ ഞാൻ ഓടാൻ പോവല്ല, അല്ല എക്സസൈസ് കഴിഞ്ഞിട്ട് ആകുമ്പോ നല്ല ദാഹം വരും. ഇതെടുത്ത് കുടിക്കുന്നുണ്ടല്ല, വേറെ തന്നെ ഒരു എനർജിയാണ്. എല്ലാം നാച്ചുറൽ അല്ലേ, വേറെ കെമിക്കൽ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായില്ല. അനക്ക് ജലദോഷം ഒന്നും പറ്റില്ല കേട്ടാ. നമ്മളീ അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്. ജലദോഷം ആ കാര്യങ്ങളിലും വരുത്ത് വളരെ അപൂർവമുണ്ട്. ജലദോഷം ഉണ്ട്, പക്ഷെ എനിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നാറാത്ത് മുതൽ കാട്ടാമ്പള്ളി വരെയുള്ള റോഡാണ്. നോക്കിയട്ടെ, നല്ല തണൽ മരങ്ങളായിട്ട് അടിപൊളി റോഡായത്. ഞാൻ എല്ലാ പ്രാവശ്യവും എടുത്ത വീഡിയോ എടുക്കലുണ്ട്. നമ്മളപ്പോൾ നമ്മളെ കരിമ്പൻ ജ്യൂസിലേക്ക് എത്തിയിട്ടുണ്ട്. ഡ്രസ്സിങ്ങിലൊരു പ്രത്യേകത കണ്ടാ, മൂന്നാള് മാച്ച് ഒന്നല്ല, ഇവര് രണ്ടാളും മാച്ചാണ്. മമ്മി ഏതാണ്ട് വെച്ച് പപ്പ നോക്കിട്ടെ, ഒരു ബന്ധുവില്ലാത്ത ബ്ലാക്ക്, എന്റെ പ്രിയപ്പെട്ട ബ്ലാക്ക്. അതേവ മോർണിംഗ് വന്നാട്ടെ, മോന്റെ ഡ്രസ് വെച്ചാ കളുണ്ട് ബാക്കിലാ. ഓനും പപ്പിയും വേറെ തന്നെ അല്ലേ? ഞാൻ മിക്കവാറും ബ്ലാക്ക് ആണല്ലോ മമ്മി. ഇതാകുമ്പോണ്ടല്ലോ 5 ഞാൻ വല്ല കല്യാണം പരിപാടി വരുമ്പോ എല്ലാം ബ്ലാക്ക് ആണ്. എന്നാ അറിയാവാ 5 ഉണ്ട്. അതിന്റെ തേരങ്ങ ഒന്നും എടുത്തിട്ടാ വല്ല വെറുതെ ഇതിനപ്പോ പുതിയത് വാങ്ങിട്ട് പൈസ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ലൂസ്, ഈ ചൂടിനിടാൻ പറ്റിയ നല്ല സാധനം. ഞാൻ ചെയ്യും. അത്രേ പൈസ ഉള്ളു, അത്ര 700-800 ഉള്ളൂ. നല്ല അടിപൊളി ബ്രാൻഡ് സാധനം സ്റ്റുഡിയോ പോയിട്ട്. ആടബേറി ഇല്ല, പിന്നെ ഞാനെന്ന് ചെയ്യാ. പക്ഷെ ഇടാൻ ഭയങ്കര സുഖം. എനിക്ക് പിന്നെ ആ ഒരു സുഖം കിട്ടിയപ്പോ ഞാൻ വെച്ച് ഇനി ഈ സാധനം ഏടുന്നും കിട്ടൂല, കിട്ടിയെടുക്കുന്നത് മാക്സിമം വാങ്ങി. അതാ നമ്മളെ ശരലച്ചു. അച്ചൂട്ടാ ഒരു പാട്ട് പാടുവാ. എന്തൊക്കെ ഒരു പാട്ട്? പാത്തി പാത്തി പഠിക്കോ? എന്നാല് പിന്നെ അതെയാ, ശരി. എന്നാ പിന്നെ നമ്മളെ ജ്യൂസ് വരുന്നുണ്ട്, കുടിക്കാലോ. എന്താ എനക്കെന്താ പ്രശ്നം? നോ മേക്കപ്പ്. എന്താ രസം, ക്യൂട്ട് ഗേൾ. അവിടുത്തെ ക്ലിപ്പ്, സ്ഥലം നിറയെ പൂക്കള്. എടാ ഇതെന്താ അടിപൊളിയാക്കി. മുടിയെല്ലാം കെട്ടി വെച്ചിട്ടല്ല സുന്ദരി കോലയായിട്ടുണ്ടല്ല. അവിടത്തേക്ക് ചെരിഞ്ഞാട്ട് ചെരിഞ്ഞാ
നോക്കിയിട്ട് അടിപൊളി. അച്ഛന്റെ മുടിയുണ്ട് നല്ല ബുഷ് മുടി. ഇങ്ങോട്ട് നോക്കിയാ അടിപൊളി അല്ലേ. അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട കരിമ്പ് ജ്യൂസ് എത്തിയിട്ടുണ്ട്. മമ്മി എന്നാ മമ്മി കിട്ടിയിട്ടില്ലേ? അപ്പനും ഒന്ന്, ഏട്ടനും ജാനുവിനും ഒന്ന്. അപ്പ മാത്രം സ്വന്തം കുടിക്കുന്ന എനിക്ക് നല്ല ദാഹമുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വന്തം ഒന്ന് കുടിക്കട്ടാ. അപ്പൊ കരിമ്പ് ജ്യൂസ് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ സാധനം എന്നാണ് ഇതിനെ പറ്റി പറയുന്നത്. തലയിൽ മുടി വളരാനും നല്ല പറയുന്നുണ്ട്. ഇതെല്ലാം എന്റെ ഒരു പ്രതീക്ഷ. നമ്മള് വളർത്തും കണ്ണോ വളരൂല. ഞാനൊരു എണ്ണയാക്കി കൊടുത്തിന്, ഒരു കരിഞ്ചീരകെല്ലാം ഇട്ടിട്ട്. അത് തേച്ച ബന്ധമൊന്നും ഇല്ല അല്ലെ? അത് തേച്ചിട്ട് ഇന്നലെ തേച്ചിന് നോക്ക ചെറിയ മാറ്റമുണ്ട്. ഇന്നലെ തേച്ചിട്ട് അല്ല, നമ്മൾ പരീക്ഷണല്ലേ. പരീക്ഷണം ഇതിന്റെ അകത്ത് നടത്തിയ പ്രശ്നമില്ലല്ലോ. മുടി ഉള്ള ആളിന് പരീക്ഷിക്കാൻ പറ്റില്ല. കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ആൾക്ക് വളരെ നോക്കാം. ജ്യൂസ് കുടിക്കട്ടെ. നമ്മളിത് അമ്പലത്തിലെത്തിയ നമ്മളെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10 കിലോമീറ്ററാണ് ഈ അമ്പലത്തിലേക്ക് ഉണ്ടാവുക. അപ്പോൾ അമ്പലം നല്ല വിശാലമായ അമ്പലമാണ് കേട്ടോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ബാക്കിൽ ഫുൾ കാടാണ്, സൈഡിലൊക്കെ വലിയ കാടാണ് കേട്ടോ. മുന്നേ ഇവിടെ ഒരുപാട് വവ്വാലുണ്ടായിനെ, പിന്നെ അതിപ്പോൾ ഇല്ല. അതേതായാലും നന്നായി, കാരണം ഈ നിപ്പ വൈറസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വവ്വാലുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ പിന്നെ ആരും വരില്ലായിരുന്നു. പിന്നെ ഇതാണ് വഴിപാട് കൗണ്ടർ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ശത്രു സംഹാര പൂജയും ശക്തി പൂജയൊക്കെ കഴിപ്പിച്ച് പിന്നെ കയറുമ്പോൾ തന്നെ കാണുന്നില്ലേ നല്ല അടിപൊളി കൊത്തുപണിയല്ലാന്ന് മുകളിലത്തെ വർക്കെല്ലാം നല്ല പഴക്കമുണ്ട്. അമ്പലത്തിനുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതാ ശ്രുതി അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നിട്ടുള്ള നടയടച്ചിന്. പിന്നെ നെയ്വിളക്ക് ഇവിടെയാണ് വെക്കേണ്ടത് ഈ അമ്പലത്തിൽ. നെയ്വിളക്ക് കത്തിക്കുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഈ നെയ്യ് കത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് ഇനി ഈ അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ആദ്യത്തെ അമ്പലം. പിന്നെ ഇവിടെ ഭക്ഷണ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ നാട്ടിലെ കൊട്ടക്കച്ചാപ്പെന്ന് പറയുന്നല്ലേ അമ്മേ? ഇത് കുറേ ഉണ്ടല്ലോ ഇവിടെ, കുഞ്ഞി കുഞ്ഞി. ഇതാ കൊട്ടക്കച്ചാപ്പ. ആ അതിന് ചവിട്ടിപ്പോയിട്ടുണ്ടോ ആരെങ്കിലും? ചെറുപ്പത്തിൽ കണ്ടല്ലേ ഇതിനാ നമ്മളെ? വേണ്ട വേണ്ട, അത് കടിക്കൂ. നമ്മളെ ചെറുപ്പകാലത്തെ നല്ലൊരു ഓർമ്മയാണ് ഈ കൊട്ടക്കച്ചാപ്പനൊക്കെ. ഇതിനെ നിങ്ങളെ നാട്ടിൽ എന്താ ഇതിൻ്റെ പേര് പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെയാണ് ഈ നാഗസ്ഥാനം കേട്ടോ. ഇവിടെ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ഒന്നല്ല, വീഡിയോ കാണുമ്പോൾ ഒന്നല്ല, ശരിക്കും ഒരു പേടി വരും. കാരണം ഭയങ്കര കാടാണ്. പിന്നെ അങ്ങോട്ടേക്കൊന്നും പോകാൻ തോന്നില്ല. അങ്ങോട്ട് പോയിട്ട് വേണ്ടിക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ പേടിയാവും ഇവിടുന്ന് കാണുമ്പോൾ തന്നെ. എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. നോട്ടെ സൈലൻ്റായിട്ട് നല്ല കാട് തണലായിട്ട് നല്ല അടിപൊളിയാണ് ഇവിടെ. ഇത് അവിടെ നിന്ന് തൊഴുത് അതിന് നേരെ ഈ താഴേക്കാണ് നമ്മൾ പോകണ്ടേ. എടാ അച്ചു മോക്ക് പൂ കിട്ടിയിട്ടില്ലേ? മതി, ഒരു പൂ മതി, കുറേ പൂവൊന്നും വേണ്ട. മമ്മീൻ്റെ തലേന്ന് പൂ അടിച്ചു പറ്റുന്ന മതിയടാ അച്ചു. ശരി, അവിടെ മുടിയിലോട്ട് ഇറക്കി വെച്ചോ. ബാബാ ഇനി ചുറ്റും നമുക്ക് പ്രദക്ഷിണം വെക്കാം. പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്നുള്ളൂ. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഉള്ളത്. നോക്കിയോട്ടെ, ഗംഭീര കാടാണ് ഇവിടെ. നമ്മുടെ പ്രകൃതി അല്ല ഇങ്ങനെ എന്നാ പറയണ്ടേ, നല്ല കണ്ടീഷനിലേക്കുന്നൊരു സ്ഥലം. മുന്നേ ഇവിടെ കുറേ വവ്വാലുണ്ടായിരുന്നു അല്ലേ? അല്ല കേട്ടോ, വവ്വാലുണ്ടായില്ല മുന്നേ. ഇപ്പം അതില്ലല്ലോ അല്ലേ? നിറച്ചും വവ്വാലായിരുന്നു മുന്നേ, ഇപ്പം അതില്ല കേട്ടാ. ഓ ഇത് വലിയ ഭയങ്കര മണ്ണുണ്ടല്ലോ. നീടെ നാട്ടെ നല്ല തിരിയുള്ളൂ. എൻ്റെ അമ്മോ, നല്ല പഴക്കമുള്ള കാലപ്പഴക്കമുള്ള മരാന്നേ. ശരിക്കും ഇതുപോലത്തെ അമ്പലങ്ങളിലാണ് എനക്കത് ഇപ്പൊ കാടുള്ളൂ. ബാക്കി എല്ലായിടക്കും വെട്ടിമുറിച്ചല്ല. ഉണ്ടല്ലേ? ഓഹോ, എന്തായാലും അടിപൊളിയാണ് കേട്ടാ. ഒരു വേറെ തന്നെ വൈബാണ്. നമ്മൾ ഈ അമ്പലത്തിന്റെ ബാക്ക് സൈഡ് നല്ല കാടലായിട്ട് രാവിലെ അല്ലേ? നമ്മളിപ്പോ ശരിക്കും 1 മണിക്കാന്നുള്ളൂ കേട്ടാ. ഇവിടെ ഉച്ചപൂജ സമയം 1 മണി, 12 മണി, 12:30, 1 മണിക്കുള്ളാന്ന് ഉച്ചപൂജ സമയം. ആ സമയത്ത് നമ്മള് വന്നിട്ടുള്ള. സാധാരണ ഞാൻ ആ സമയത്ത് വരുത്തല്ലോ അമ്മേ. രാവിലെ പിന്നെ എന്തായാലും നടക്കില്ല. ബൈജോട്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് ആവും. പിന്നെ ഷോപ്പിലെ തിരക്ക് കാരണം ആ സമയത്ത് നടക്കൂല. അതുകൊണ്ട് ഈ ഉച്ച സമയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയും വരുത്തുന്നുണ്ട് ഇടാ. കുറച്ച് മുമ്പ് വരെ, ഇപ്പം പിന്നെ കുറെ ആയിട്ട് ബ്രേക്കായി. എപ്പം എനിക്കൊന്ന് 1 മാസമായിരുന്നു നീ 10 പേരല്ലേ. അങ്ങനെ കുറേ അങ്ങനെ 1 മാസത്തിന് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇറങ്ങിക്കൂടെ എന്നാലേ. നമ്മൾ വരുമ്പോഴത്തേക്ക് നടയടച്ചിനി. കാരണം 1 മണിയായി നമ്മളത്തെ നടയടച്ചിന്. അതുകൊണ്ട് പ്രസാദം പിന്നെ ശ്രുതിൻ്റെ പേടിച്ചരട്
അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ പ്രസാദം വാങ്ങലാന്ന്. ശ്രുതിയാന്ന് പ്രസാദം വാങ്ങലട്ടാ, എല്ലാവരും വാങ്ങലില്ല, ഒരാൾ വാങ്ങും എന്നിട്ട് എല്ലാവർക്കും തൊട്ടെടുക്കും. ഇതാ നല്ല ചന്ദനവും പിന്നെ നല്ല പുഷ്പമാണ് ഇവിടെ പ്രസാദമായിട്ട് ഇട്ടുക. പിന്നെ ശ്രുതി മന്ത്രിച്ച ചരടുണ്ട്, പിന്നെ ഇത് പ്രസാദമാണ് ഇവിടുത്തെ. ഞാൻ പറഞ്ഞില്ല നമ്മളെ പെപ്പർ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ അത് ഞാൻ കാണിച്ചു തരാം. പ്രാർത്ഥന കഴിഞ്ഞാ ഇതാ പ്രസാദം കിട്ടി. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ പ്രസാദം ചിക്കനാണ്. പിന്നെ ഈ ഉണ്ണിയപ്പ കാണിച്ചു തരാം. ഇതുണ്ടോ നല്ല ഉണ്ണിയപ്പവും പൊങ്ങിച്ച ചെറുപയറാണ് ഇവിടുത്തെ പ്രസാദം. ശരിക്കും ഇവിടെ ഈ ചിക്കൻ എന്ന് പറഞ്ഞ സംഗതി ഇവിടെ പണ്ട് ഈ രാജാക്കന്മാർ യുദ്ധത്തിനെല്ലാം പോകുമ്പോൾ വന്നിട്ട് ഈ ശത്രു സംഹാര പൂജ ചെയ്യുമ്പോൾ എന്തോ കുരുതി കൊടുക്കലുണ്ടല്ലോ, അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് ഇത് എന്ന് കേട്ടേ. പിന്നെ ഈ അമ്പലത്തിൽ ഈ നമ്പൂതിരിമാരല്ല, ഇവരെ പൂജാരിമാർ പിടാരെന്നാ പറയാ. അവര് ദൂരെ ഏതോ ഒരു സ്ഥലത്തുള്ളവരാണ്. അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് വീടും ഈ അമ്പലമൊക്കെ ആയി കൊടുത്തിട്ടാണ് കേൾക്കുന്നത് നമ്മളെ ചെറുക്കൽ രാജാവ്. അങ്ങനെയാണ് ഇവിടുത്തെ കഥ എന്നാണ് ഞാൻ കേട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് പ്രസാദം ഞാൻ പറഞ്ഞില്ലേ ഈ ചിക്കൻ എന്നുള്ളത്. എനിക്കത് വേറൊരു അമ്പലത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ എനിക്കാകെ വല്ലാണ്ടായിപ്പോയി. അമ്പലത്തിൽ എങ്ങനെ ഇപ്പം ഇങ്ങനെയാണെന്നൊരു ഷോക്കായി പോയി. പിന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെയൊക്കെ കാര്യം എന്നുള്ളത്. അപ്പം നമ്മൾ പറയാം ഓരോ സ്ഥലത്ത് ഓരോ വിശ്വാസം ഓരോ രീതി. ഏതാ ആള് ചരട് വാങ്ങിട്ടുണ്ട്. എന്താ പിന്നെ ചരട് കെട്ടി ഞാനാ കെട്ടിക്കൊടുക്കണ്ടേ കേട്ടാ. എന്തായാലും ഇവിടെ ഭയങ്കര പവർഫുൾ എന്നാ പറയാം. ഇവിടുത്തെ ദേവീനാ ഭയങ്കര ശക്തിയുള്ള ദേവീനാന്ന് പറയല്. ഇത് കളരിവാതുക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം, പിന്നെ മാടായി പാർക്ക് വേറൊരു ക്ഷേത്രമുണ്ട്, പിന്നെ മാമാനത്ത്. അങ്ങനെ 3 എണ്ണമാണ് എൻ്റെ അറിവിലുള്ളത്. വേറെ ഒരുപാട് ഉണ്ട് തോന്നല്ല, ദൂരം പറയാനുണ്ട് തോന്നുന്നു. നമ്മൾ പോകുന്ന സ്ഥലം മെയിനായിട്ട് ഇതാ കേട്ടാ. ഏതായാലും പിന്നെ ചരട് കിട്ടിയിട്ട് നമ്മൾ നല്ല വിടേണ്ട പരിപാടിയല്ലോ അമ്മേ. ഏതായാലും ഇന്നത്തെ വീഡിയോ നിൽക്കരുത് അവസാനിപ്പിക്കല. സമയം 1:30 ആയിട്ടുണ്ട്. പിന്നെ ഇനി നേരെ കണ്ണൂർ പോകണം, വേറെ കുറച്ച് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് മെല്ലെ വീട്ടിലേക്ക് പോകണം. ശനിയാഴ്ച ആണല്ല, അത് ഷോപ്പ് വിടുന്നതിന് മുമ്പ് വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ട് അല്ലേ അമ്മേ. അതാ മക്കളെല്ലാം അങ്ങ് കയറി കേട്ടോ സ്റ്റേജിൽ. അത് ഡാൻസും പരിപാടിയെല്ലാം ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കല്ലോ അമ്മേ. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.